പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ കൗൺസിലർ പി.എസ്. പ്രകാശൻ, സ്വാഗതം ആശംസിച്ച എച്ച്.ഐ, നമ്മുടെ സാങ്ക് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നവകേരള ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ 4 പദ്ധതികളാണ്. ആ പദ്ധതികളുടെ തുടക്കം കുറിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസംബർ 8-ാം തീയതി ആരംഭിക്കുന്ന ഹരിത കേരള മിഷൻ. ഈ ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്, നമ്മുടെ പ്രകൃതി, നമ്മുടെ പരിസ്ഥിതി ഇതൊക്കെ സംരക്ഷിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ മനുഷ്യൻ്റെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് വെള്ളവും മണ്ണുമാണ്. വെള്ളം നശിച്ചു പോയാലും മണ്ണ് നശിച്ചു പോയാലും ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയില്ല. എല്ലാ ജീവജാലങ്ങളുടെ ആധാരം മണ്ണാണ്. അപ്പോൾ നമ്മളിതെല്ലാം സംരക്ഷിക്കേണ്ടവരാണ്. ഈ ഹരിത കേരള മിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാലിന്യ സംസ്കരണം, ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ, നമ്മൾ ജലാശയങ്ങൾ സംരക്ഷിക്കുക. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ പൊട്ടക്കുളമോ കിണറൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായൊക്കെ ചെളി കോരി സംരക്ഷിച്ച് നല്ല വെള്ളം സംരക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ ജൈവ കൃഷികൾ പ്രോത്സാഹിപ്പിച്ച് എല്ലായിടത്തും കൊണ്ടുവരിക. പ്രകൃതി എന്ന് പറയുന്നത്